നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബ്രെയിൻ റോട്ട് എന്ന ഇതാണ്. ആക്ച്വലി ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ 2024 ബ്രെയിൻ റോട്ട് എന്ന ടോപ്പിക്കായിരുന്നു, എന്നൊരു വേർഡായിരുന്നു. നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോ എന്നൊരു അമേരിക്കൻ തത്വചിന്തകനും കവിയുമായ അദ്ദേഹം വാൾഡൻ എന്ന ഒരു ബുക്ക് 1854 എഴുതിയ ബുക്കിൽ ഈ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അതായത് ഡിക്ലൈൻ ഇൻ സോഷ്യൽ ഇൻ്റലക്റ്റ്. ആ വേർഡിൻ്റെ അകത്തു നിന്നാണ് നമ്മളിപ്പോൾ 2024 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ റോട്ട്? നമുക്കറിയാം, നമുക്കിപ്പോൾ വെജിറ്റബിൾ റോട്ട് അല്ലെങ്കിൽ എഗ് റോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ചീഞ്ഞു പോകുക എന്നാണ്. അതേപോലെ നമ്മുടെ ഈ ബ്രെയിൻ റോട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഐഡിയ ഉണ്ടാവില്ല. മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. എന്നാലും നമുക്കൊന്ന് ഡിസ്കഷൻ വയ്ക്കാം. ഓക്കെ, അപ്പം ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കം ചെയ്യൽ എന്നാണ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. ആക്ച്വലി എന്താണ് ആ അവസ്ഥ? ഞാൻ മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. 2006 മുതൽ ഫിസിക്സ് ടീച്ചറായി കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ 2018 മുതൽ ഒരു സൈക്കോളജിസ്റ്റും കൂടിയാണെന്ന് നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ജോലി ഒരു ബ്രേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇത് ഇപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കൊരു ഡിസ്കഷൻ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. പലതരത്തിലുള്ള സ്ക്രോളിങ്സ് നമുക്കറിയാം. ഒന്നാമത്തേത് നമ്മൾ സോംബി സ്ക്രോളിങ്. ഈ സോംബി സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക വിത്തൗട്ട് എനി ക്ലിയർ പർപ്പസ്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. അതാണ് സോംബി സ്ക്രോളിങ്. അടുത്തതൊന്നാണ് ഡൂം സ്ക്രോളിങ്. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യും, പക്ഷേ എന്ത് കാര്യങ്ങളാണെന്ന് അറിയുമ്പോൾ നെഗറ്റീവ് ഇൻഫർമേഷൻ, നെഗറ്റീവ് ന്യൂസ്, അതായത് ഡിസ്ട്രസിങ് ആയിട്ടുള്ള ന്യൂസ് മാത്രം നമ്മൾ സെർച്ച് ചെയ്യും. അടുത്തതാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്തു, അതിന് എത്ര ലൈക്ക് എത്ര ഷെയർ എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ വീഡിയോ ഗെയിമിംഗ്. നമുക്കറിയാം, മിക്ക കുട്ടികളിപ്പം വീഡിയോ ഗെയിമിൻ്റെ അഡിക്ഷനിലാണ്. എത്രയോ ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ടായിരുന്നു, വീഡിയോ ഗെയിമിൽ അഡിക്റ്റഡ് ആണ്, കുട്ടി ഫുൾ ടൈം വീഡിയോ ഗെയിമിലാണ്, 3 hours ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടി 3 hours ഒക്കെ വീഡിയോ ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പം അത്തരം വീഡിയോ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ലൈഫ് സിറ്റുവേഷന് എഫക്റ്റ് ചെയ്യുന്ന തരത്തിലായാൽ പോലും അത് നമ്മളെ ബാധിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് വീഡിയോ ഗെയിമിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, റിലൈങ് ഓൺ ദ ഡിവൈസസ്. അതായത് നമ്മളിപ്പം എല്ലാ കാര്യത്തിനും ഡിവൈസിനെയാണ് ആശ്രയിക്കുന്നത് ഫോർ മെമ്മറി ആൻഡ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതെ നോക്കട്ടെ, ഫോൺ നോക്കട്ടെ നമ്മൾ പറയാം. എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഫോൺ നോക്കട്ടെ പറയാം. ഈവൻ നമുക്കറിയാം ഫോണിൻ്റെ യൂസേജ് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ടോർച്ചില്ല, കാൽക്കുലേറ്റർ ഇല്ല, മെമ്മറി ആയിട്ടുള്ള കലണ്ടർ ഇല്ല, ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഫോണിലാണ്. ആ ഒരു അവസ്ഥയാണ് റിലൈങ് ഓൺ ദ ഡിവൈസസ്. നെക്സ്റ്റ് ഈസ് പാസീവ് കൺസെപ്ഷൻ. അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ലോ കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക. അതാണ് പാസീവ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെ എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി കൂടുതൽ എഫക്റ്റ് ചെയ്യുക. കാരണം പഠിത്തത്തിൻ്റെ കാര്യത്തിലാണല്ലോ നമ്മൾ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ഭാവിയിൽ അവരാണ് അനുഭവിക്കുക. അപ്പോൾ ആ ഒരു തരം എന്ന് പറഞ്ഞാൽ അവർക്ക് ലാക്ക് ഓഫ് ഫോക്കസ് ആയിരിക്കും. നമുക്കിപ്പോൾ എന്താ പറയുക, അറ്റൻഷൻ സ്പാൻ കുറവായിരിക്കും. കുട്ടികൾ ക്ലാസ്സിൽ കുറച്ച് നേരം ശ്രദ്ധിക്കും, ബാക്കിയുള്ള സമയം അവർ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിരിക്കും. പിന്നെ എന്താണ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ലാക്ക് ഓഫ് ഫോക്കസ് ആണ്. ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം ഒരു കാര്യം ചെയ്യാനോ ഒന്ന് പഠിക്കാനോ ഉള്ള എബിലിറ്റി കുറവായിരിക്കും. പിന്നെ അടുത്തതാണ് അക്കാഡമിക് പെർഫോമൻസിൽ കുറവ് വരിക, ഡിക്ലൈൻ ഇൻ അക്കാഡമിക് പെർഫോമൻസ്. ഇതൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ച് മെയിനായിട്ട് വരിക. പക്ഷെ വലിയ ആൾക്കാരെ സംബന്ധിച്ച് അതല്ല. ഫോർഗെറ്റ്ഫുൾനെസ്, മറവി, പിന്നെ നമ്മുടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ലോ മോട്ടിവേഷൻ, ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യമില്ല, ഫുൾ ടൈം ഫോണിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫാമിലി കംപ്ലൈൻറ്റ് പറയുന്ന ഒരു അപ്രോച്ചിലേക്ക് എത്തും. പിന്നെയാണ് ഇറിറ്റബിലിറ്റി, ദേഷ്യം വരിക, അനാവശ്യം
ആവശ്യത്തിനും അനാവശ്യത്തിനും ദേഷ്യം വരിക. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും ഇറിറ്റബിലിറ്റി. പിന്നെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഡിവൈസസ്. ഫോണിൽ തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പം മെമ്മറിക്കായാലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും ഫോണിൽ തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, കാര്യങ്ങളൊക്കെ ഒരു മന്ദഗതിയിലാവുന്ന ഒരവസ്ഥ എൽഡർ പീപ്പിളിനാണെങ്കിൽ, അതായത് അഡൾട്ട്സിനാണെങ്കിൽ. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നതാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ നമുക്ക് ചില ആൾക്കാരെങ്കിലും എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാനും ആക്ച്വലി ഐ സഫർ ഫ്രം ദിസ്. ആൻഡ് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമുക്കൊരു മോചനം എന്ന് നോക്കാം. അതായത് ഒന്നാമത്തതായിട്ട് നമുക്ക് എന്താ പറയുക, ഹാബിറ്റ്സ് മാറ്റണം. എങ്ങനെയാണ് നമ്മൾ ഹാബിറ്റ്സ് മാറ്റുക? നമുക്കറിയാം ആംപിൾ സ്ലീപ്പ്. എന്താണ് ആംപിൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് നന്നായിട്ട് ഉറങ്ങണം. നമ്മളിപ്പോൾ എത്രത്തോളം ഉറക്കം കുറയുന്നോ അത്രത്തോളം നമ്മളെ എല്ലാ കാര്യങ്ങളും ബ്രെയിനിനെ ബാധിക്കുന്ന ഒരുപാട് എന്താ പറയുക ഹോർമോൺസ് ഒക്കെ ഉണ്ട്. റം സ്ലീപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ആ സ്ലീപ്പ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാവും, മറവി കൂടുതലായിരിക്കും, ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉറങ്ങുക. രണ്ടാമത്തത് നമുക്ക് മൈൻഡ്ഫുൾനെസ് ആണ്. എങ്ങനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് ആണ്? നമുക്കറിയാം ഇപ്പം മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ല മൈൻഡ്ഫുൾനെസ് കിട്ടും, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കിട്ടും. പിന്നെ ലോങ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ഇതിലൂടെയൊക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ് കിട്ടും. അതേപോലെ തന്നെയാണ് ബ്ലഡ് ഫ്ലോ. ആക്ച്വലി നമ്മൾ സൂംബ ഡാൻസിങ്, വാക്കിംഗ്, അല്ലെങ്കിൽ എയറോബിക്സ് എക്സസൈസ്, ജിം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ജസ്റ്റ് നോർമൽ വാക്കിംഗ്, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമ്മളെ മൈൻഡ് കുറച്ചും കൂടെ ഉഷാറാക്കി കിട്ടാൻ പറ്റും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഈസ് ഔട്ട്ഡോർ. ഔട്ട്ഡോർ മീൻസ് എങ്ങനെയാണ് നമ്മൾ ഔട്ട്ഡോർ? ആക്ച്വലി നമ്മളൊന്നും പ്രകൃതിയിലേക്ക് എല്ലാവരും ഇറങ്ങുന്നില്ല. വീക്ക്ലി 2 hours എങ്കിലും നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി മാറ്റി വെക്കണം എന്നാണ് കണക്ക്. അതായത് ഏകദേശം 120 minutes മിനിമം ഒരു വീക്കിൽ മാറ്റി വെക്കുന്ന ആൾക്കാർക്ക് ദേ വിൽ ഗെറ്റ് എ പ്രിവിലേജ്. ദാറ്റ് എന്താണ്, അവരുടെ മെൻ്റൽ ഹെൽത്തും അവരുടെ സൈക്കോളജിക്കൽ ലെവലും അവരെ എന്താ പറയുക BP ലെവലും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്ര പോലും നമ്മൾ ഒന്നുകിൽ ഔട്ട്ഡോർ എവിടെയായാലും, ബീച്ചായാലും പാർക്കായാലും വുഡ്ലാൻഡ്സ്, നമ്മൾ ഇപ്പം ചുരം പോലത്തെ സ്ഥലങ്ങൾ, വെറുതെ ഒന്ന് പ്രകൃതിയെ ഒന്ന് നോക്കാൻ പോവുക. അപ്പോൾ അത്തരത്തിലൂടെ നമുക്ക് എന്താ പറയുക ഔട്ട്ഡോർസ് എഫക്റ്റീവ് ആവുന്ന ഇതിലൂടെ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ ബോഡീനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളെ ബ്രെയിനിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഗുഡ് ഫുഡ്, അതായത് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വിറ്റാമിൻ B ആയാലും വിറ്റാമിൻ D ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ ഈ ഹെൽത്തിനെ നന്നായിട്ട്, നമ്മുടെ ഇമോഷൻസൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ക്ലീൻ ദ കയോസ്. ആക്ച്വലി നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇതിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. എന്നിരുന്നാലും ഓവറായിട്ട് ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഓവർവെൽമിങ് ആണ്. അതായത് നമ്മൾ ഒരുപാട് എന്താ പറയുക പല തരത്തിലുള്ള ജോലി അത് ചെയ്ത് ഇത് ചെയ്ത്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇറ്റ്സ് എ കയോസ്. അപ്പോൾ അങ്ങനത്തെ കയോസിൻ്റെ അകത്ത് നിന്ന് ഒന്ന് റിലാക്സ് നേടേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സേഫ്റ്റി, നമ്മളെപ്പോഴും നമ്മളെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ഐഡിയാസോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ സൈക്കോളജിക്കൽ അഡ്വാൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് ഈസ് ഡീക്ലട്ടർ യുവർ മൈൻഡ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇമോഷണലി അൺബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇമോഷണലി എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, അത് എഴുതുക, എനിക്ക് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ നമ്മളിപ്പോൾ ഒരാളോട് പറയാനുള്ള സാഹചര്യങ്ങളില്ല എങ്കിൽ തന്നെ അത് കുറേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മളെ ഇമോഷണൽ നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും നമുക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രോബ്ലം സോൾവിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ എഴുതി നോക്കുന്നതിലൂടെ നമുക്ക് കുറേ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് ബ്രെയിൻ റോട്ട് എന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ. അപ്പം എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ രീതികളൊന്ന് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ സോംബി സ്ക്രോളിംഗ്, ഡൂം സ്ക്രോളിംഗ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, വീഡിയോ ഗെയിം എന്നീ ടൈപ്സ് ആൾക്കാർ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.